പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശബരിമലയെ പ്രചാരണായുധമാക്കിയ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ കഴിഞ്ഞ 5 വർഷം കേന്ദ്ര സർക്കാർ ശബരിമലയോട് കാട്ടിയത് കനത്ത അവഗണനയാണ്. സ്വാമിയേ ശരണം അയ്യപ്പ. 2021 കെ സുരേന്ദ്രനായി കോന്നിയിലെത്തിയപ്പോഴായിരുന്നു നരേന്ദ്രമോദി ശരണം വിളിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയുടെ മുഖ്യ പ്രചാരണായുധം ശബരിമല തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ ശരണം വിളി നടത്തിയെങ്കിലും പിന്നീട് ശബരിമലയ്ക്ക് കാര്യമായ പിന്തുണ മോദി നൽകിയില്ല. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ശബരിമല ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന മണ്ഡലമല്ലേ, അതിന് എന്ത് ഒരു ധനപിന്തുണകളാണ്, സാമ്പത്തിക പിന്തുണകളാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത്യന്തം ഒരു വിരുദ്ധ നിലപാട്, ഒരു ജനവിരുദ്ധ നിലപാട്, നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ശബരി റെയിൽപാത കേന്ദ്ര സർക്കാരിന്റെ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിലും കേന്ദ്ര പിന്തുണയില്ല. നിലയ്ക്കലിലെ വാഹന പാർക്കിംഗ് സൗകര്യം വിപുലപ്പെടുത്തുന്നതിനും തടസ്സം കേന്ദ്ര വനനിയമം തന്നെ. മലയോര ജനതയുടെ പട്ടയ വിഷയങ്ങളിലും കേന്ദ്ര വനനിയമം തടസ്സം സൃഷ്ടിക്കുന്നു. ഈ വിഷയങ്ങളിലൊന്നും ഇടപെടാൻ കേന്ദ്ര സർക്കാർ താൽപര്യം കാട്ടുന്നില്ല എന്നതാണ് വസ്തുത. റബ്ബർ കർഷകർ ഏറെയുള്ള നാടാണ് പത്തനംതിട്ട. അവരുടെ കണ്ണീരൊപ്പാനാകാതെയാണ് മോദി ഒരിക്കൽ കൂടി പത്തനംതിട്ടയിലെത്തുന്നത്. 2021 കോന്നിയിൽ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കാനായാണ് മോദി എത്തിയത്. എന്നാൽ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിച്ച KU ജനീഷ് കുമാറിനൊപ്പമായിരുന്നു വിജയം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.